ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബറിലെയും അവസാനത്തെ ദിവസമാണ്. നാളെ ഒരു പുതുവത്സരം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും ഹാപ്പി ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിക്കുക. 2024 നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കൊരു അടിപൊളി വർഷം തന്നെയായിരുന്നു കേട്ടോ. 2023 സംബന്ധിച്ചിടത്തോളം 2024 നല്ല ഒരു അടിപൊളി വർഷം തന്നെയായിരുന്നു. 2023 ഒരു ബാഡായിട്ടുള്ള ഒരു വർഷം തന്നെയായിരുന്നു കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ മരിച്ചു, പിന്നെ എൻ്റെ വലിയമ്മ മരിച്ചു. അപ്പോൾ 2 മരണങ്ങളാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായത്. നഷ്ടങ്ങൾ എപ്പോഴും നഷ്ടങ്ങളാണല്ലോ അല്ലേ. അങ്ങനെ പേഴ്സണലായിട്ട് കുറച്ചധികം വിഷമിച്ച വർഷം തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതങ്ങനെ കടന്നുപോയി. അങ്ങനെ 2024 വന്നതോടുകൂടി ജനുവരിയിൽ ഞങ്ങളുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഡ്രീമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ടൊരു ഐഫോൺ മേടിച്ചു. ഐഫോൺ മേടിക്കാൻ തന്നെ കാരണം ബ്രൈഡൽ വർക്ക്സൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഐഫോൺ മേടിച്ചത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഐഫോൺ മേടിച്ചത്. എന്നാൽ ഈ ഒരു വർഷം ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശത്രുക്കളൊക്കെ ഒരുപാടുണ്ട്. അവരെൻ്റെ നാശം കാണാനേ പ്രാർത്ഥിക്കുള്ളൂ, എൻ്റെ കുറ്റങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ അനുകരിക്കുകയും ചെയ്യും എന്ന് അതിനെപ്പറ്റി കുറ്റം പറയുന്ന കുറേ പേരുണ്ട് കേട്ടോ. എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കുറേയൊക്കെ. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞാനും ബിനുവും എൻ്റെ ഇക്കുവൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടൊരു ലൈഫ് തന്നെയായിരുന്നു. 2024 ഞങ്ങൾ കുറച്ച് ട്രിപ്പൊക്കെ പോയി. എന്നാൽ 2023 ഒരു ട്രിപ്പും ഞങ്ങൾ പോയില്ല. ഈ ഒരു ട്രിവാൻഡ്രം നിന്ന് കറങ്ങുന്ന ട്രിപ്പൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 2025 ഒരുപാട് ട്രിപ്പ് പോകാൻ പറ്റട്ടെ എന്നാണ് കേട്ടോ എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ 2024 വിശേഷങ്ങൾ. ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വർഷത്തിൽ പറയാനായിട്ട്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.